കാടിനോട് ചേർന്നുള്ള ഈ കോട്ടയിൽ ആരും ഇപ്പോൾ വരാറില്ല. പണ്ട് ആരാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നോ എന്തൊക്കെ ഇവിടെ സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് വേരുകൾ കയറി നിലം പൊത്താറായെങ്കിലും ഇനിയും എന്തോ വലിയൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നും കോട്ട കണ്ടാൽ. അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ചിലർ മാത്രം മുൻകൂട്ടി കണ്ടു. ചില കൊച്ചു ജീവികൾ. അവർ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു. കൂട്ടത്തോടെ കോട്ടയിലേക്ക് പാഞ്ഞു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ എലികൾ കോട്ടയ്ക്കകത്തും പരിസരത്തും കാത്തിരുന്നു. അതെ, ഏറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കോട്ടയിൽ ഒരാൾ വരാൻ പോകുന്നു. പിറ്റേന്ന് മറ്റൊരിടത്ത്. മര്യാദയ്ക്ക് യന്ത്രം എടുത്തോ, ഇല്ലെങ്കിൽ രണ്ടിനെയും സൂപ്പാക്കും. അയ്യോ! ലൊട്ടുലൊടുക്കിന്റെയും ഗുൽഗുൽമാലിന്റെയും പരീക്ഷണശാല. എന്നാ പിടിച്ചോ, തീർന്നില്ലേ? തീർന്നില്ല, ഇതിന്റെ ഗുട്ടൻസ് കൂടി പറഞ്ഞു തരണോ? ദാ ഈ സൂചി പിറകോട്ട് തിരിച്ച കഴിഞ്ഞ കാലത്തിലെത്താം. ഓഹോ, 2 നൂറ്റാണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ സൂചി 2 നേരെ വെച്ചാൽ മതി. തട്ടിപ്പാണോ? സംഗതി നടക്കുമല്ലോ. നടക്കുമോന്ന്? നടന്നില്ല ഈ ലൊട്ടിലൊടുക്കിനെ അങ്ങ് തട്ടിക്കോ. 2 നൂറ്റാണ്ട് പിന്നിലേക്കൊക്കെ പോയാൽ തിരിച്ചു വരാൻ എന്തു ചെയ്യുമടോ? ഒന്നും ചെയ്യണ്ട, 1 മിനിറ്റ് യന്ത്രത്തിന്റെ സമയം. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. കേട്ടിട്ട് സംഗതി കൊള്ളാം. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ വിക്രമ? പഴയ കാലത്തേക്ക് പോയിട്ട് വല്ലതും അടിച്ചു മാറ്റിയിട്ട് വരാം. ഹാ, റെഡി. സൂചി തിരിക്കാൻ പോവുകയാ. സൂക്ഷിക്കണേ വിക്രമ. എന്റെ അമ്മേ, ദേ പോയി. വിക്രമനെ വല്ല ഗുഹാ മനുഷ്യനും പിടിച്ചു തിന്നാതിരുന്നാ മതിയായിരുന്നു. മുത്തു, എവിടുന്നാടോ ഈ പെട്ടി? സ്ഥലം ഒന്നും മനസ്സിലായില്ല. എടുത്തപ്പോ നല്ല വെയിറ്റ്, പിന്നെ ഒന്നും നോക്കിയില്ല. എന്താ ഇതിനകത്ത്? ആർക്കറിയാം, തകർപ്പൻ ഡിസൈനാ. വല്ല രാജാവിന്റെ ആഭരണങ്ങളാവും. കുന്ത്രണ്ട് തുറക്കാനും പറ്റുന്നില്ല. വെട്ടിപ്പൊളിച്ചാലോ? അതിനാദ്യം കോടാലി കൊണ്ടുവരണോ? അതുവരെ ഇതൊന്ന് ഒളിപ്പിച്ച് വെക്കണം. പറ്റിയൊരു സ്ഥലമുണ്ട്, വാ. ഈ കോട്ടയ്ക്കകത്ത് വെക്കാം. ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. ഹാവൂ, അങ്ങനെ അത് ഓക്കെ. പെട്ടിക്കകത്ത് സ്വർണമാവുമോ മുത്തു? ഹേയ്, രത്നങ്ങളാവും. ശിഷ് രാധേ, വിക്രമനും മുത്തുവും. സ്വർണമായാലും രത്നമായാലും നമുക്ക് പപ്പാതി. വെച്ചത് അവിടെ ആയതുകൊണ്ട് ആരും കാണുമെന്നും പേടിക്കണ്ട. വേഗം വാ, ഇരുട്ടു മുമ്പ് തിരിച്ചെത്തണോ? ഇവന്മാർ ഏതോ കൊള്ള കഴിഞ്ഞുള്ള വരവാ. ഏതായാലും നമുക്ക് മായാവിയെ വിളിച്ച് കാര്യം പറയാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. മായാവി വന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ഇനി എന്തു ചെയ്യൂ? മായാവിയെ നമുക്ക് അന്വേഷിക്കാം. പക്ഷെ അതിനു മുമ്പ് വിക്രമന്റെ കാര്യം. പോലീസിനോട് പറഞ്ഞാലോ? അല്ല, വേറൊരാളുണ്ട്. ഫോൺ നമ്പർ എനിക്കറിയാം. വേഗം വാ, വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. ലോകത്തിൽ ഏറ്റവും വിശ്രമം കുറഞ്ഞ ഫോണുകളിലേക്കൊന്നിലേക്കാണ് രാജു വിളിച്ചത്. ടോണി ബ്ലെയർ ആവും. ലണ്ടൻ സ്ഫോടനം അന്വേഷിക്കാമോ എന്ന് ചോദിക്കാൻ വിളിക്കുമെന്ന് ബുഷ് പറഞ്ഞു വെച്ചേ ഉള്ളൂ. സ്ഫോടനത്തിൽ കോഴികൾ വല്ലതും ചത്തോന്ന് കൂടി ചോദിച്ചേക്കണം. ഹലോ, ജമ്പൻ പോൾ വാട്ട് ഹിയർ. രാജു രാധ, ടോണി ബ്ലെയറിന്റെ പിള്ളേരുടെ പേര് അതല്ലല്ലോ. ഷേ, ലണ്ടനിൽ നല്ലെന്നേ. ഛേ, ഓഹോ, ആഹാ, ജി, ഹാ. ഈഹാ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇതാ പുറപ്പെടുകയായി. അതായത് ഇന്നും പട്ടിണി. കുറ്റകൃത്യത്തിന്റെ വാർത്ത കിട്ടിയാൽ ജമ്പൻ സച്ചിൻ തെണ്ടുക്കർ അടിച്ച പന്ത് പോലെ. എങ്ങോട്ടാണ് യാത്ര എന്ന് അസിസ്റ്റന്റിനോട് പറയാനുള്ള മര്യാദ ലോകത്തിലെ സകല ഡിറ്റക്റ്റീവുകൾക്കുമുണ്ട്. 2 കൊള്ളക്കാർ എവിടുന്നോ ഒരു പെട്ടിയെടുത്ത് എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു. അത്രേ ഉള്ളോ? കോഫി എന്നും കാപ്പി കുടിക്കാൻ ക്ഷണിച്ചതാണെന്നാ ചാട്ടം കണ്ടപ്പോ വിചാരിച്ചത്. സ്റ്റുപ്പിഡ്, കൊള്ളയേക്കാൾ വലുതാണോ കാപ്പി? കേസന്വേഷണത്തിനിടയിൽ അസിസ്റ്റന്റ് പട്ടിണി മരണം സംഭവിച്ച ആർക്കാ മോശം? കൊള്ളയെന്നെങ്ങാനും കേട്ടാൽ തിളച്ചിടും ചോര ജമ്പന്റെ ഞരമ്പുകളിൽ എന്ന് അമിതാഭ് ബച്ചൻ എഴുതിയത് വായിച്ചിട്ടില്ലേ? ചിക്കൻ ഫ്രൈ തന്നെ അമൃതം, ചിക്കൻ ഫ്രൈ തന്നെ ജീവിതം, ചിക്കൻ ഇല്ലേ നായ്ക്കൾക്ക്, മൃദു തന്നെ സുഖപ്രദം എന്നും അങ്ങേരെ എഴുതിയിട്ടുണ്ട്. വിക്രമനും മുത്തുവാണ് പെട്ടി ഒളിപ്പിച്ചത്. കോടാലിയുമായി അവന്മാർ തിരിച്ചെത്തും മുമ്പേ പ്രാഥമിക അന്വേഷണം തീരണോ? What happened?